ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നുവെന്ന അഖിൽ മാരാരുടെ ആരോപണം തള്ളി ഐഷ പോറ്റി. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാമെന്ന് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. തനിക്കെതിരെ ഉണ്ടായത് ജാതീയമായ അധിക്ഷേപം. പാർട്ടിയുമായി ആലോചിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഐഷ പോറ്റി. ഇതൊരു ഗൂഢാലോചന തന്നെയായിരിക്കും, സംശയമേ ഇല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ CPM തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇത് അഖിൽ മാരാരൻ എന്നെ പറ്റിയോ എൻ്റെ ചരിത്രമോ ഒട്ടും അറിയാത്ത ആളാണ്. ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അഖിൽ മാരാർ എന്താ ചെയ്തതെന്ന് അഖിൽ മാരാർ ചിന്തിച്ചാൽ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം പോലും, ഒരു വാക്ക് പോലും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവർ പാർട്ടിക്കാരാരോടോ പറഞ്ഞ് പരത്തുന്നതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. ഒരിക്കലും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഒരു ദിവസം കണ്ടിരുന്നപ്പോൾ പറഞ്ഞ ക്രൂഷ്യൽ ടൈമാണെന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, എപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് അഖിൽ മാരാർ. ഇപ്പോൾ എന്താണ് ഈ പുതിയ വിവാദം? അതായത് ആര്യ, ഈ 2020-ൽ പ്രവേശിച്ച ശേഷമാണ് അഖിൽ മാരാർ ഐഷ പോറ്റിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ആരോപണങ്ങൾ. ഇതിനാണിപ്പോഴെന്തായാലും ഐഷ പോറ്റി അഖിൽ മാരാർക്ക് മറുപടിയുമായി വന്നിരിക്കുന്നത്. അഖിൽ മാരാറിന് പക്വതയില്ല എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാമെന്ന് ഒരിക്കൽ പോലും CPM ഒരു വാഗ്ദാനവും നൽകിയിരുന്നില്ല. ഈ ഐഷ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുമെന്നൊക്കെ തരത്തിലായിരുന്നു അഖിൽ മാരാറിന്റെ ഫേസ് പോസ്റ്റ്. ഇതിനെതിരെ ഇപ്പോൾ എന്തായാലും ഐഷ പോറ്റി പ്രതികരണം നടത്തുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെന്നും ഒരു തരത്തിലും ഈ സങ്കീർണ സമയമാണെന്ന ഒരു പ്രതികരണം മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്നും ഐഷ പോറ്റി പറയുന്നു. ഒപ്പം തന്നെ ബാലഗോപാലും വീട്ടിൽ വന്ന് സന്ദർശിച്ച കാര്യവും ഐഷ പോറ്റി എന്തായാലും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും തനിക്കെതിരെ ജാതീയമായ പോറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജാതീയമായ അധിക്ഷേപം ഉൾപ്പെടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഖിൽ മാരാർ നടത്തിയെന്ന് ഐഷ പോറ്റി നിലവിൽ എന്തായാലും പറയുന്നത്. പാർട്ടിയുമായി കൂടി ആലോചിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എന്തായാലും ഐഷ പോറ്റി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ 2020-ൽ ചേരുന്നത്. പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ പ്രചരണമുണ്ടായി. ഇതിന് പിന്നാലെയാണ് എന്തായാലും കൊട്ടാരക്കരയുടെ മുൻ MLA-യും ഏറെക്കുറെ UDF സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള ഐഷ പോറ്റിക്കെതിരെ ആക്രമിച്ചുകൊണ്ട് അഖിൽ മാരാർ രംഗത്ത് എന്തായാലും വരുന്നത്. പക്ഷേ BJP രാവിലെ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്, BJPയുടെ ജില്ലാ അധ്യക്ഷ പറഞ്ഞത് ഇത്തരത്തിൽ നിലവിൽ അഖിൽ മാരാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകളൊന്നുമില്ല എന്നാണ്. എന്തായാലും കൊട്ടാരക്കരയിൽ കളം പിടിക്കാനുള്ള ശ്രമമാണ് അഖിൽ മാരാർ നടത്തുന്നത്. അതിനാണ് ഇപ്പോഴെന്തായാലും മറുപടിയുമായി ഐഷ പോറ്റി അഖിൽ മാരാറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ആര്യ, ഓക്കെ, വിവാദങ്ങളിൽ കളം പിടിക്കുകയാണ് അഖിൽ മാരാർ. എന്തായാലും അഖിൽ മാരാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഐഷ പോറ്റി അറിയിച്ചിരിക്കുന്നു.